അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് മാംഗോ കേക്ക് റെഡിയാക്കാനായിട്ട് നല്ല പഴുത്തൊരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിനി മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് 250 ml കപ്പിന് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിന് 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. എഗ് യോക്കും എഗ് വൈറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എപ്പോഴും മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട്, കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടും നന്നായിട്ട് വരില്ല. അങ്ങനെ എഗ് വൈറ്റ് ഇതാ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ എഗ് യോക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേക്കിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ച 2 എഗ് യോക്കിലേക്ക് 250 ml കപ്പിന് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. ഞാനിപ്പോൾ പൊടിച്ചിട്ടില്ല. ഇതുപോലെ ചേർത്താൽ കുറച്ചധികം നേരം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരും. കണ്ടില്ലേ, ഈ ഒരു കളറായി വരും. ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് തന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ കേക്ക് ആണല്ലോ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാംഗോ എസൻസ് നിർബന്ധമില്ല. നമ്മളിതിൽ അരച്ച് വെച്ച മാംഗോൻ്റെ ആ മിക്സിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മാംഗോ എസൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച മാംഗോൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട, 3 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാംഗോ അരച്ചത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ആ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മളിതിൽ എഗ് വൈറ്റ് ചേർക്കാത്ത കാരണം നമുക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മളിതിൽ എഗ് വൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ് മിക്സറായിട്ട് മിക്സാക്കരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൈദ എല്ലാ സൈഡിലുമായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട്, ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണ്ട, നല്ല മെല്ലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാനിത് കേക്ക് ടീനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ടീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടീനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ എല്ലാ സൈഡിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്ക് ടീൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ നല്ലൊരു പാൻ ഉണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട്.
എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ടും ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ഇതിന് മുന്നേ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഓവൺ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ. അപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള മാംഗോ പൾപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാരയും മാങ്ങക്കഥ നന്നായിട്ട് തന്നെ മിക്സായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് കലക്കിയ ശേഷം ആ മിക്സ് ഈ മാംഗോൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലാന്നിടയിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കട്ടിയായി പോവരുത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സാക്കിയ ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാങ്ങയ്ക്ക് കളറ് കുറവാണ്, അതുകൊണ്ടാണ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കളറുള്ള നല്ല മഞ്ഞ കളറുള്ള മാങ്ങയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫുഡ് കളറ്. അപ്പോൾ ഇത് കുറച്ച് കളർ കുറവായ കാരണം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഒരുപാടൊന്നും ചേർക്കരുത്, ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതിയാവും. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് റെഡിയായത് നന്നായിട്ട് ചൂടാറിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കേക്കായ കാരണം 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 പീസായിട്ട് മാറ്റുന്നുണ്ട് കേക്ക്. ഞാനിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. കണ്ടില്ല, 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വിപ്പിംഗ് ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. പാലും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയ പാലാണ്, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാലിന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ഷുഗർ വാട്ടർ, അത് ഒഴിച്ചാലും മതി. അപ്പോൾ ഇത്ര പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഭംഗിയിലൊന്നും ആക്കണമെന്നില്ല, ജസ്റ്റ് അത് എല്ലാ സൈഡിലും ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അത് എല്ലാ സൈഡിലുമായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ മാങ്ങ എല്ലാ സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ടുള്ള കേക്ക് കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാലിൻ്റെ മിക്സൊക്കെ ഒഴിച്ച ശേഷം നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് എല്ലാ സൈഡിലുമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡിലും ആക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ആക്കിയ ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ കേക്ക് ക്രീം കൊണ്ട് നന്നായിട്ടൊന്ന് കവറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് നന്നായിട്ട് തന്നെ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാ സൈഡിലേക്കും ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോൻ്റെ പൾപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് ക്രീമിൽ തട്ടാതെ തന്നെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ മാംഗോ പൾപ്പ് കൊണ്ട്. അങ്ങനെ അത് എല്ലാ സൈഡും കവറാക്കിയ ശേഷം ഞാനത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ കേക്ക് വെക്കുന്ന ബോർഡ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാംഗോ പൾപ്പ് ഒഴിക്കുമ്പോൾ അത് പ്ലേറ്റിലേക്കൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ നിന്ന് മാറ്റിയത്. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ സൈഡിലായിട്ടും അതുപോലെ മുകളിലായിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മുകളിലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് മാംഗോ കേക്ക് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഉള്ളിലിട്ടിട്ടുള്ള മാങ്ങ ഒക്കെ അത് കാണുന്നുണ്ട്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാങ്ങയും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് മാംഗോ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ മാംഗോ പൾപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചൈന ഗ്രാസോ ജലാറ്റിനൊക്കെ ചേർക്കണം ഇതുപോലെ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.